സോ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ യു കെയിലേക്ക് വരാനായിട്ട് കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള അവസാന മണിക്കൂറുകളാണ് ഇനി. 27 ജൂലൈ 1:30 PM ഇന്ത്യൻ ടൈം 1:30 PM ആകുമ്പോൾ തന്നെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസയുടെ ബാലറ്റ് ക്ലോസ് ചെയ്യാണ്. സോ അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു വിസയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. കാര്യം ലക്ക് ഫാക്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാം വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്കുള്ളത്. സോ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളെല്ലാം റെഡിയാണ്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഉടനെ തന്നെ ഇത് അപ്ലൈ ചെയ്യുക. ഒരു രീതിയിലും ലേറ്റ് ആക്കാതിരിക്കുക. എന്താണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരൊറ്റ ആപ്ലിക്കേഷനാണ് ഉള്ളത്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ ബാലറ്റ് നേരത്തെ ഫെബ്രുവരിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. 3000 ഏകദേശം വാക്കൻസീസ് ഉണ്ടായിരുന്നു. അന്നത്തെ ഫില്ലിൻ ചെയ്തതിന് ശേഷമുള്ള ബാക്കിയുള്ള വാക്കൻസീസിലോട്ട് ലാസ്റ്റ് ഡേറ്റ് 27 ജൂലൈ 1:30 PM ക്ലോസ് ചെയ്യുന്നത് കൂടി കിട്ടുന്നത് എന്തായാലും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഭാഗ്യവതിയായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്റ്റഡ് ആവും. അപ്പോൾ ഒരിക്കലും ഈ ഓപ്ഷൻ കളയരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ കാണുന്നത്, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോട്, അല്ലെങ്കിൽ യു കെയിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസാനെ പറ്റി അറിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ മാക്സിമം നിങ്ങൾ ഷെയറാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. നിങ്ങൾ എലിജിബിൾ ആണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, എത്രയാണ് ഫീസ് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകം എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വളരെ ചുരുക്കത്തിൽ ഞാൻ ഈ വീഡിയോയ്ക്ക് അത് നിങ്ങൾക്ക് പറയുന്നത്. സോ ഒരിക്കലും നിങ്ങൾ വീഡിയോ മിസ് ചെയ്യരുത്. അറ്റ് ദ എൻഡ് വരെ നിങ്ങൾ കാണാം. ഈ വീഡിയോയുടെ കമന്റിൽ തന്നെ ഇതിന് അപ്ലൈ വേണ്ടിയിട്ടുള്ള ലിങ്ക്, പ്രൊഫഷണൽ വിസ സ്കീമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതനുസരിച്ച് അതിന്റെ രീതിക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഫില്ലിൻ ചെയ്യുക. ഉറപ്പുവരുത്തുക നിങ്ങൾ ആ ബാലറ്റിൽ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു എന്നുള്ള കാര്യം. ഓക്കെ, കാര്യം ഇനി നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ വരുത്താനായിട്ട് യാതൊരു സമയമില്ല എന്തായാലും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രോപ്പറായിട്ട് ഈ ആപ്ലിക്കേഷൻ വേണ്ടതെന്നും നിങ്ങളുടെ എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തു. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ബാലറ്റ് ക്ലോസ് ചെയ്യുന്നത് 1:30 PM ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണ്. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും, ഈ മണിക്കൂറിനിടയിൽ, ഈ ഒരു ടൈമിനുള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ എൻട്രി നിങ്ങൾക്ക് കൊടുക്കുക. അതിനകത്ത് ആകെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ യു ആർ ആൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, എങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ് ഇതിനകത്ത്. ബാക്കി നിങ്ങളുടെ എലിജിബിലിറ്റി വരേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, പിന്നെ ഒരു സ്കാൻ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഓഫ് യുവർ പാസ്പോർട്ട്. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്. നിങ്ങൾ വീണ്ടും മൾട്ടിപ്പിൾ എൻട്രി നിങ്ങൾ ചെയ്യാതിരിക്കുക, ബിക്കോസ് നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. സോ അത് ക്യാൻസലേഷനോട്ട് പോവുകയും ചെയ്യും. നിങ്ങൾ ഇതിനകത്ത് സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് റാൻഡം ആയിട്ടായിരിക്കും പിക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സക്സസ്ഫുൾ എൻട്രിയും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ. ഈ ബാലറ്റ് ക്ലോസ് ചെയ്ത് വിത്തിൻ 2 വീക്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഇമെയിൽ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും എന്തായാലും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ബാലറ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഫ്രീ ആണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക. ബിക്കോസ് ഇതിന് ഏകദേശം നിങ്ങൾക്ക് £259, അതായത് നിയർലി 26,000 റുപ്പീസ് നിങ്ങൾക്ക് ഇതിനകത്ത് ആവും ഏകദേശം നിയർലി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ 3000 പ്ലേസസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു ഇതിനകത്ത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പ്ലേസസും ഫെബ്രുവരി ബാലറ്റിൽ പോയിട്ടുള്ളതുകൊണ്ട് തന്നെ റിമൈനിങ് പ്ലേസസ് ആണ് ജൂലൈ ബാലറ്റിലോട്ട് പോകുന്നത് എന്തായാലും. ഓക്കെ, അപ്പോൾ അത് കൂടാതെ നിങ്ങൾക്ക് ഒരൊറ്റ ആപ്ലിക്കേഷൻ 1 എൻട്രി പെർ പേഴ്സൺ ആണ് ഓരോ ബാലറ്റിനകത്തും. ഫർദർ എന്തെങ്കിലും അറ്റംപ്റ്റ്സ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യത്തൂല എന്താണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിസയിലേക്ക് നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ആ ഒരു ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 30 days നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ഇമെയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ദെൻ വിസയുടെ ആപ്ലിക്കേഷൻ ഫീസും ബാക്കി ഇമിഗ്രേഷൻ ഹെൽത്ത് സർച്ചാർജും IHSന്റെ ഫീസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടേക്ക് കൊടുക്കേണ്ടി വരും എന്തായാലും. എന്തൊക്കെയാണ് ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീമിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്? ഒന്ന്, നിങ്ങൾ മെയിൻ ആയിട്ട് ഇന്ത്യൻ നാഷണൽ അല്ലെങ്കിൽ സിറ്റിസൺ ബിറ്റ്വീൻ 18 and 30 years ഓൾഡ് ആയിരിക്കണം. 18 to 30 വയസ്സിന് ഇടയിലായിരിക്കണം. അതുകൂടാതെ ബി അറ്റ്ലീസ്റ്റ് 18 years ഓൾഡ് ഓൺ ദ ഡേറ്റ് യു പ്ലാൻ ടു ട്രാവൽ ടു ദ UK. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ UK നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റിന്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 18 വയസ്സ്. ആ സമയത്ത് ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലും അത് യാതൊരു രീതിയിലും നിങ്ങൾ അഫക്ട് ചെയ്യുന്നില്ല എന്താണെന്നുണ്ടെങ്കിലും. പിന്നെ നിങ്ങൾക്കൊരു ക്വാളിഫിക്കേഷൻ പ്രോപ്പർ ആയിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെയോ അല്ലെങ്കിൽ എബോ ആയിട്ടുള്ളയോ. ഓക്കെ, ഇപ്പൊ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ലിങ്കിൽ, ഓക്കെ, ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഹൈപ്പർ ലിങ്ക് കാണാം, റെഗുലേറ്റഡ് ക്വാളിഫിക്കേഷൻസ് ഫ്രെയിംവർക്ക് എന്നുള്ള സംഭവം. അതിനകത്തും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ക്വാളിഫിക്കേഷന്റെ കാര്യം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ ഒരു സേവിങ്സ്, അതായത് നിങ്ങൾക്ക് UK വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സേവിങ്സ് ആയിട്ട് നിങ്ങൾക്ക് ഏകദേശം £2,530, അതായത് നിയർലി 2.5 ലക്ഷം രൂപയുടെ ഒരു സേവിങ് നിങ്ങൾ കാണിക്കേണ്ടി വരും എന്തായാലും. ഇതിനകത്ത് ആദ്യമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വിസയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സെലക്ടഡ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഈ ബാലറ്റിൽ നിങ്ങൾ സെലക്ടഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്താണെന്നുണ്ടെങ്കിൽ. ഓക്കെ, പക്ഷെ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി മൊബിലിറ്റി സ്കീം വിസയിലേക്ക് UK നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു വിസയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റത്തില്ല എന്താണെന്നുണ്ടെങ്കിൽ.
ആണെങ്കിലും. സോ അത് മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഒരു വാലിഡ് പാസ്പോർട്ട് or other documents that shows your identity and nationality. നിങ്ങൾ ഐഡന്റിറ്റി നാഷണാലിറ്റിയും കാണിക്കുന്ന ഒരു പ്രോപ്പർ ഡോക്യുമെന്റ് അല്ലെങ്കിൽ വാലിഡ് പാസ്പോർട്ട് നിങ്ങൾ കാണിക്കണം. അതിനകത്ത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരുത്താതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു 2530 പൗണ്ടിന്റെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ കാണിക്കണം, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എവിഡൻസ്. പിന്നെ നോർമലി എപ്പോഴും നിങ്ങൾക്ക് ഇവിടെ ഒരു ട്യൂബർകുലോസ് ടെസ്റ്റ് റിസൾട്ട്സിന്റെ കാര്യങ്ങൾ വേണ്ടി വരും. നിങ്ങൾ ഇഫ് യു ആർ ലിവിംഗ് ഇൻ ഇന്ത്യ ഓർ അനദർ ലിസ്റ്റഡ് കൺട്രി അതിന്റെ കാര്യങ്ങൾ കൂടെ നിങ്ങൾ നോക്കുക. പോലീസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഫ്രം ഇന്ത്യ അതിന്റെ കാര്യങ്ങൾ, ക്രിമിനൽ റെക്കോർഡ് ചെക്സിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്തായാലും. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആ ലിങ്കിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് കാണുന്ന പോലെ തന്നെ അപ്ലൈ ഫോർ എൻ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസ എന്നുള്ള സമയത്തിന്റെ അവിടെ, അല്ലെങ്കിൽ അപ്ലൈ ഫോർ എ യൂത്ത് മൊബിലിറ്റി സ്കീം വിസ, എന്നിട്ട് ചൂസ് ഇന്ത്യ ആസ് യുവർ നാഷണാലിറ്റി ആയിട്ട് ചൂസ് ചെയ്യുക. ഇവിടെ അപ്ലൈ നൗ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കും നിങ്ങൾ എങ്ങോട്ടേക്കാണ് വരാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ് ഓർ നോർത്തേൺ അയർലൻഡിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ദെൻ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ചോദിക്കും ഡു യു ഹാവ് എ കറന്റ് EU, EEA ഓർ സ്വിസ് പാസ്പോർട്ട്. അത് നമുക്ക് എന്തായാലും ഇല്ല, നിങ്ങളുടെ കയ്യിലുള്ളത് ഇന്ത്യൻ പാസ്പോർട്ട് ആണെന്നുള്ള കാര്യമാണ്. ഏത് കൺട്രിയിൽ നിന്നാണ് ബയോമെട്രിക്സും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും നാട്ടിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. ദെൻ ഞാൻ പറഞ്ഞ പോലെ സമയം വളരെ ചുരുക്കമാണ്. സോ മാക്സിമം നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും വിട്ടുപോകാതെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് തന്നെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഈ കാര്യങ്ങളെല്ലാം എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് ഡിസിഷൻ കിട്ടുന്നത് എന്നുള്ളതാണ് എല്ലാവർക്കും ഡൗട്ട് വരുന്നത്. സോ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡന്റിറ്റിയും പ്രൊവൈഡ് ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോർമലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, വിത്തിൻ ഒരു 3 വീക്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഡിസിഷൻസും കാര്യങ്ങളെല്ലാം കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറേ ഫാക്റ്റുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഉറപ്പായിട്ടും ഇനിയുള്ള വാക്കൻസീസിനകത്ത് നിങ്ങൾ ഒരാളായി മാറട്ടെ. എന്തായാലും നിങ്ങൾക്ക് UK വരാനും പറ്റട്ടെ എന്തായാലും. സോ ഫർദർ ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിളിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതായാലും. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതിന്റെ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുക. അടുത്ത ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വിസാസിന്റെ ബാക്കി കാര്യങ്ങളായിട്ടുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്തായാലും നമുക്ക് താമസിയാതെ തന്നെ UK കാണാം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് വിഷസ് എല്ലാവർക്കും വീണ്ടും ഒന്നുകൂടി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ കൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.